ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയുടെ ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഡ്യൂട്ടി ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ അതിനു മുമ്പേ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കൽ പതിവാണ്. ചായക്കുള്ള വെള്ളം വെച്ചു, അത് റെഡിയായി. അതിനുശേഷം ഞാൻ ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ചാരെല്ലാം കോരി ദോശയ്ക്കായി മാവ് കലക്കി വെച്ചു. ഞാനെന്നും ദോശയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഒട്ടുമിക്ക വീഡിയോയിലും ഞാൻ ദോശയാണ് ഉണ്ടാക്കാറുള്ളത്. എനിക്കെളുപ്പം അതാണ്. പക്ഷേ ഞാൻ ദോശയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോഴേക്കും സ്കൂളിൽ പോകാനുള്ള മോൾ എണീറ്റ് വന്നു. അവളെ സ്കൂളിൽ പോകാൻ റെഡിയാക്കാൻ പറഞ്ഞിട്ട് ഞാനിവിടെ ദോശയ്ക്കുള്ള തയ്യാറെടുപ്പിലായി. ദോശ അടുപ്പിൽ ചൂടാന്നാട്ടോ വിചാരിച്ചത്. ഒരുപാട് ഉണ്ടാക്കുന്ന കാരണം ഗ്യാസ് ഒരുപാട് ചിലവാവില്ലേ. അപ്പോൾ പിന്നെ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഗ്യാസ് വേണ്ടെന്ന് വിചാരിച്ചു. ചട്ടിയെല്ലാം ചൂടായപ്പോൾ ഞാൻ ദോശ ഓരോന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടാണ്. അങ്ങനെ ഓരോ ദോശയും ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ മോൾക്കുള്ള ടിഫിനൊക്കെ തയ്യാറാക്കി. അപ്പോഴേക്കും അവൾ റെഡിയായി യൂണിഫോമൊക്കെ മാറ്റി വന്നിരുന്നു. മദ്രസയിലേക്ക് പോകാൻ പറ്റാത്ത കാരണം കൊണ്ട് തന്നെ ഓൺലൈനായിട്ടാണ് മദ്രസ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലാസ്സാണ് അവൾ കേൾക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആളെ പോയി നോക്കിയപ്പോൾ നല്ല ഉറക്കമാണ്, അവൾ എഴുന്നേറ്റിട്ടില്ല. അപ്പോഴേക്കും ഞാൻ മോൾക്കുള്ള ചായയൊക്കെ കൊടുത്തു. അത് കഴിയുമ്പോഴേക്കും ആൾ എണീറ്റ് വന്നു കേട്ടോ. പിന്നെ അവൾ എടുക്കാനായിട്ടുള്ള ബഹളമായിരുന്നു. രണ്ടാളുള്ളവർക്ക് അറിയുന്നുണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. അവൾ പോകാനായിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. അവൾ ഉപ്പയാണ് അവളെ കൊണ്ടാക്കാറുള്ളത്. ഇന്ന് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവളാണെങ്കിൽ കുട സ്കൂളിൽ വെച്ച് മറക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇന്ന് പോയിട്ട് കുട കൊണ്ടുവരണം. കിട്ടിയെങ്കിൽ പറയാം അത് കിട്ടിയെന്ന്. പോകുമ്പോൾ മഴയില്ലാത്ത കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോഴേക്കും ഞാൻ അവൾ പോയി കഴിഞ്ഞപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ. വെള്ളം നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അരി നന്നായിട്ട് കഴുകി, നന്നായിട്ട് വേവുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 8 മണിയൊക്കെ ആയിട്ടുള്ളൂ. തീയൊക്കെ ശരിക്കും വെച്ച് ഞാൻ മോൾക്ക് ചായ എടുത്തു. അപ്പോഴേക്കും ഉമ്മ അവിടെ കുറച്ച് ചെമ്മീനും ചക്കക്കുരു ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞു അത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മുളകിട്ട് കറി വയ്ക്കാം, ഉണ്ണിത്തണ്ടും പയറും കൂടെ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. ഉണ്ണിത്തണ്ട് അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ? ചിലയിടത്ത് ഉണ്ണിത്തണ്ടും ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയും, വാഴപ്പിണ്ടി എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളവിടെ എന്താ പറയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ചക്കക്കുരും കുറച്ച് വെള്ളവും അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വേവിക്കാനായിട്ട് വെക്കായിരുന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ കഴുകി വെച്ചു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ പാത്രം കഴുകിയത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത്, കുറച്ച് ചെമ്മീനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നാക്കുന്നതിൻ്റെ ഇടയിൽ ചോറ് വേവായിട്ടില്ല. അപ്പം ഞാൻ അലക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്ന കാരണം കൊണ്ട് ഞാൻ പുറത്ത് അലക്കിയില്ല, ഇന്ന് മെഷീനിലിട്ടു. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വറ്റിക്കാനായിട്ട് വെച്ചിരിക്കുകയാണേ. അപ്പോൾ ഒന്നും കൂടെ വറ്റിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചോറ് വെന്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്നും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ച് വെച്ചു. അപ്പോഴേക്കും ഞാനിവിടെ പയറും അതേപോലെ നമ്മുടെ വാഴപ്പിണ്ടിയും കൂടെ അരിഞ്ഞു വെച്ചു. പയർ ഇന്നലെ തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായിട്ട് കഴുകി, ചിലയിൽ കല്ലൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നോക്കി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് പയറും നമ്മുടെ ഉണ്ണിത്തണ്ടും കൂടെ ഇട്ടു. അതിലേക്ക് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചത്. ഇത് തൂമിക്കാനായിട്ട് നമ്മൾ ഉള്ളിയും മുളകും, വറ്റൽമുളകുണ്ടല്ലോ, വറ്റൽമുളകും വെളുത്തുള്ളിയാണ് കേട്ടോ ചതക്കിയിട്ട് തൂമിക്കുന്നത്. അതിനുശേഷം ഞാൻ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു, ചോറെല്ലാം വെന്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ക്ലീനിങ് പരിപാടിയിലേക്കായിട്ടോ. പയർ ഞാൻ വറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വറ്റിച്ചിട്ട് റെഡി ആവട്ടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ എൻ്റെ ക്ലീൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതൊന്ന് വറ്റി, നന്നായിട്ട് വറ്റിയതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യും കേട്ടോ. ഒന്നും കൂടെ വറ്റാനുണ്ട്, അത്യാവശ്യം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വറ്റട്ടെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.